മാർ ജേക്കബ് തൂങ്കുഴി നിത്യസമ്മാനത്തിനായി യാത്രയായി. 93-ാം വയസ്സിൽ വാർദ്ധക്യ സഹജമായ അവശതയിൽ ചികിത്സയിലായിരിക്കെയായിരുന്നു അന്ത്യം. പാലാ രൂപതയിലെ വിളക്കുമാടത്ത് 1930 ഡിസംബർ 13-നായിരുന്നു മാർ ജേക്കബ് തൂങ്കുഴി പിതാവിന്റെ ജനനം. ചങ്ങനാശ്ശേരി, ആലുവ, റോം എന്നിവിടങ്ങളിലെ സെമിനാരി പരിശീലനത്തിനു ശേഷം 1956 ഡിസംബർ 22-ന് റോമിൽ വെച്ച് പൗരോഹിത്യം സ്വീകരിച്ചു. കാനൻ നിയമത്തിലും സിവിൽ നിയമത്തിലും ഡോക്ടറേറ്റ് നേടിയ ശേഷം തിരിച്ചെത്തിയ പിതാവ് തലശ്ശേരി രൂപതാധ്യക്ഷനായിരുന്ന അഭിവന്യ മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവിന്റെ സെക്രട്ടറി, രൂപതയുടെ ചാൻസലർ, മൈനർ സെമിനാരി റെക്ടർ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചു. തുടർന്ന് ന്യൂയോർക്കിലെ ഫോർഡാം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ മാസ്റ്റർ ബിരുദം കരസ്ഥമാക്കി. രൂപതയിൽ തിരിച്ചെത്തിയ ശേഷം വീണ്ടും മൈനർ സെമിനാരി റെക്ടറായി നിയമിതനായി. പുതിയതായി രൂപം കൊണ്ട മാനന്തവാടി രൂപതയുടെ പ്രഥമ മെത്രാനായി 1973 മെയ് 1-ന് ചാർജെടുത്തു. 22 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം 1995 ജൂൺ 7-ന് താമരശ്ശേരി രൂപതയുടെ രണ്ടാമത്തെ മെത്രാനായി നിയമിതനാവുകയും ജൂലൈ 28-ന് രൂപതയുടെ ഭരണസാരഥ്യം ഏറ്റെടുക്കുകയും ചെയ്തു. 1997 ഫെബ്രുവരി 15-ന് തൃശൂർ അതിരൂപതയുടെ മെത്രാപ്പോലിത്തയായി ചാർജെടുത്തു. 2007 മാർച്ച് 18-ന് വിരമിച്ചു. തുടർന്ന് തൃശൂർ സെന്റ് മേരീസ് മൈനർ സെമിനാരിയിൽ വിശ്രമജീവിതം നയിച്ചു വരികയായിരുന്നു. മാനന്തവാടി രൂപതയിൽ അജപാലനം ചെയ്യവേ ബിഷപ്സ് ഹൗസ്, മൈനർ സെമിനാരി, പാസ്റ്ററൽ സെന്റർ, കോളേജ്, ആശുപത്രി, അനാഥാലയങ്ങൾ തുടങ്ങിയവയെല്ലാം പണിതുയർത്തി. മാനന്തവാടി കേന്ദ്രമാക്കി ക്രിസ്തുദാസി സന്യാസിനി സമൂഹത്തിന് രൂപം നൽകി. തൃശൂർ അതിരൂപതയിൽ മേജർ സെമിനാരി, മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, ട്രെയിനിംഗ് കോളേജ്, നഴ്സിംഗ് കോളേജ്, തൊഴിലധിഷ്ഠിത സ്ഥാപനങ്ങൾ തുടങ്ങിയവ സ്ഥാപിച്ചു. ഹൃദ്യമായ പെരുമാറ്റം കൊണ്ട് ആരെയും ആകർഷിക്കുന്ന തൂങ്കുഴി പിതാവ് തന്റെ അടുത്തുവരുന്നവരെ വളരെയധികം സ്നേഹത്തോടെയും പരിഗണനയോടെയുമാണ് സ്വീകരിച്ചിരുന്നത്. ആരെയും വേദനിപ്പിക്കാതെ സന്തോഷപൂർവ്വം സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ചുകൊണ്ടുള്ള പെരുമാറ്റം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ദൈവം ഏൽപ്പിച്ച സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുവാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും ജോലി തിരക്കിനിടയിലും പിതാവ് നഷ്ടപ്പെടുത്താറില്ല. ഇന്ത്യയിലെ മിക്കവാറും എല്ലാ രൂപതകളിലെയും വൈദികരെ അദ്ദേഹം ധ്യാനിപ്പിച്ചിട്ടുണ്ട്. നല്ല ഒരു പാട്ടുകാരനായ തൂങ്കുഴി പിതാവിന്റെ ഭക്തിനിർഭരമായ വിശുദ്ധ കുർബാനയും സുവിശേഷ പ്രസംഗവും ആരെയും ദൈവാനുഭവത്തിലേക്ക് നയിക്കുന്നതായിരുന്നു. നിത്യസമ്മാനത്തിനായി യാത്രയായ മാർ ജേക്കബ് തൂങ്കുഴി പിതാവിന് ഷെക്കിന ന്യൂസിന്റെ ആദരാഞ്ജലികൾ.